ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ചേറ്റൂർ ശങ്കരൻ നായർ. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണ സന്ധി, കുണ്ട്ര വിളംബരം. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ചേരുംപടി ഓർക്കുക. ഒന്നാം ലോകയുദ്ധം, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. രണ്ടാം ലോകയുദ്ധം, അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. ഹിറ്റ്ലർ, തവിട്ടുകുപ്പായക്കാർ. ബെനിറ്റോ മുസോളിനി, കരിങ്കുപ്പായക്കാർ. ഓപ്ഷൻ എ ആണ് ശരി. ചേരുംപടി ഓർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. മിറാത്തുൽ അക്ബർ, രാജാറാം മോഹൻ റോയ്, കേസരി, മറാത്ത, ബാലഗംഗാധര തിലക്, കോമൺവെൽത്ത്, മിസസ് ആനി ബസന്റ്, യങ് ഇന്ത്യ, മഹാത്മാഗാന്ധി. അടുത്ത ചേരുംപടി ഓർക്കുക. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഭഗത് സിംഗ്. ഗദർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി, റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് നിർമ്മല സീതാരാമനാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. അടുത്ത ക്വസ്റ്റ്യൻ ഡേറ്റാണ്. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ബന്ധമില്ലാത്ത പ്രസ്താവന ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഇനി ബന്ധമുള്ള പ്രസ്താവന നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. തെറ്റായത് എക്കൽ വിശറികളാൽ സമ്പന്നമാണിടം. എക്കൽ വിശറികളാൽ സമ്പന്നമല്ല അവിടെ. അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുവിഭവ കലവറയാണ്. ധാരാളം ലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങി വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ അറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 NW3 എന്നാണ് അറിയപ്പെടുന്നത്. മരണാനന്തര ബഹുമതിയായ 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരൻ MT വാസുദേവൻ നായരാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? തൃതീയ മേഖല. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ് നെല്ല്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് വായിക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതി. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോട്ടിലാൽ നെഹ്റു. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തതേതാണ്? രാഷ്ട്രത്തലവൻ്റെ പേര്.
വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. മൂന്നാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി പാർലമെൻറ്റ് കാര്യസമിതിയാണ്. തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 3ഉമാണ്. തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 2ഉം. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉം. കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്റും. ഇത് രണ്ടുമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെടുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എല്ലാം ശരിയാണ്. പി. സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉം. പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷാണ്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 3ഉം. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാമദാറാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാമദാർ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലീ രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്? ഹീമോഫീലിയ. ശരിയായ ജോഡി കണ്ടെത്തുക. ഫൈലേറിയൻ വിര മന്ത്. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത് ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? മേഘാലയ. മനുഷ്യരിൽ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമോസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. 1 ശരി 2 തെറ്റ്. മനുഷ്യരിലെ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നത്. അതാണ് ശരി. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളഞ്ഞിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ചിത്രശാപം. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശിവ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥിവ്യവസ്ഥയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. പോഷകങ്ങളും സ്രോതസ്സുകളുമാണ്. ഓപ്ഷൻ എ ആണ് ശരി. 1ഉം 3ഉം. സൂക്രോസ് കരിമ്പാണ്. മാംസ്യം പയർവർഗ്ഗങ്ങൾ. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം നീലയാണ്. ഡിജിറ്റൽ ക്വസ്റ്റ്യനാണത്. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു? മിഥ്യാ പ്രതിബിംബം. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസ. നാൻസി, നാസ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈനയാണ്. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി പരിഗണിക്കുന്നത്? ഈ കൂട്ടത്തിൽ 7 ആണ്. 0 to 7 ആണ് ആസിഡ്.
അപ്പോൾ അതിന് മണ്ടയിലേക്ക് പോകുന്നത് ആൽക്കലി ആയിരിക്കും. മൂന്ന് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിറ്റ്സൺ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. രാമായണം ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാൻ. കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ്. കേരള നടനം ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് PT ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം. ജയദേവൻ്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സുനിൽ കുമാറാണ്. ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്. കിദൂർ കാസർഗോഡ് ജില്ലയിലാണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. 2, 3, 4 ഒന്ന് തെറ്റാം. റാം വോൾട്ടറി മെമ്മറിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ ഓഫീസ് ബേസ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. IICR ഇൻപുട്ട് ഡിവൈസ് ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. പ്ലോട്ടർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറയുന്നു. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിൻ്റർ ആണ് പ്ലോട്ടർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. 1, 2, 3, 4, 5 എല്ലാം ശരിയാണ്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിന് ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്റിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസെർട്ട് മെനുവിലാണുള്ളത്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണിക്കുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ക്ലോസ്ഡ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാക്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനാണ്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് ഐരാവത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്യൂബ്. ചേരുമ്പടി ചേർക്കുക. ക്രാക്കിങ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതാണ് ക്രാക്കിങ്. ഫിഷിങ് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുകയാണ് ഫിഷിങ്. സൈബർ സ്ക്വാട്ടിങ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കൽ. സൈബർ ടെററിസം ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനത്തിന് ടെററിസം എന്ന് പറയും. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശമാണ് ഇത് പെടാത്തത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പെടുന്നത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാകുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഗാർഹിക പീഡനം നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ഘടന താഴെ പറയുന്നവരെ ഏത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ
ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടില്ല എന്നുള്ളത് ശരിയല്ല. ശരിയായിട്ടുള്ളത് കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലായിരിക്കരുത്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക, കുറ്റകൃത്യങ്ങൾ അതായത് പോക്സോ ആക്ട് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ദാരിദ്ര്യമില്ല, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം. മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. 15 × 7 + 3 / 5 - 3 ഓപ്ഷൻ സി ആണ് 27. 72 0.0004 + 0.00004 എത്ര കൂടുതലാണ്? 2/5. ഓപ്ഷൻ ഡി 0.39956 ആണ്. 73യുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2500 ആണ്. അടുത്ത റിലേറ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് 75 2^5 × 2³ × 3^2 × 3^4 × 5^2 / 2^6 × 3³ × 5^4 × 6 (1) ലഘൂകരിച്ചാൽ കിട്ടുന്നത് 25/18. 4, 11, 13, 67 ഈ ശ്രേണിയിലെ അടുത്ത പദം 128 ആണ്. 77ൻ്റെ ഉത്തരം വരുന്നത് 97 ആണ്. താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ഏത്? ചാപം. ഗോളം. 79ൻ്റെ ഉത്തരം വരുന്നത് അർദ്ധഗോളമാണ്. അർദ്ധഗോളം 3πr². ക്വസ്റ്റ്യൻ നമ്പർ 80. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത് വെച്ചാൽ തെക്ക്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. The bouquet of flowers smells good. 82. The Europeans conquered many parts of the world before First World War. None of the boys have finished their homework, have they? Question 84. If it rains tomorrow, we will stay at home. Option C. 85. Alex said, I have finished my task. Choose the correct conversation into indirect speech. Option D. Alex said that he had finished his task. 86. Which of the following words is the closest in meaning to delinquent? Option B. Criminal. Select the antonym of derelict. Option C. Attentive. 88. The teacher asked the students to dash their assignments before submitting it. Look over. Option A. 89. A handwriting that cannot be read. Option B. Illegible. 90. The idiom on cloud 9 means. Option D. Extremely happy or elated. 91. താഴെ തന്നിരിക്കുന്നതിലെ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. 2, 3.
വ്യവസ്ഥ സൃഷ്ടാവ് ഹാർദം ശൃംഖലനിഷ്ഠം യാഥാർത്ഥം യഥാതഥം. 92. മഹോന്നതം പിരിച്ചെഴുതിയാൽ മഹാ പ്ലസ് ഉന്നതം. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. പരാധീനം. 94. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഭൂമി. വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കിയില്ല. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ജയിൽ മോചനത്തിനു ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. 1, 3. രക്ഷകൻ, രക്ഷിക. കാന്തൻ, കാന്ത. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ, പ്രേക്ഷകൻ. ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാദേശികാധിപത്യം. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. വെൽക്കം.